ഹലോ EVSല് യൂണിറ്റ് 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 2 ലൈഫ് അറൗണ്ട് us. In our localities, we come across many types of plants and animals. നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ കാണാറുണ്ട്. We help each other and enjoy observing the different features and behavior of the plants and animal around us. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ സ്വഭാവങ്ങളും അവരുടെ ഫീച്ചേഴ്സും ഒക്കെ ഒബ്സർവ് ചെയ്യാനും താല്പര്യപ്പെടുന്നതാണ്. The more we watch them, the more we learn about their fascinating life. നമ്മൾ അവരെ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അവരുടെ ലൈഫിനെ പറ്റി മനസ്സിലാവും. And this curiosity drives us to explore further, discovering new and exciting things. നമ്മൾ ഈ ഒരു ക്യൂരിയോസിറ്റി ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാനും കണ്ടുപിടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചു തരും. Recognizing and respecting the well-being of both plants and animals. ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ജീവിക്കുന്നത് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എക്കോളജിക്കൽ ബാലൻസ്. നമ്മുടെ ചുറ്റുമുള്ളൊരു എക്കോളജിക്കൽ ബാലൻസും പിന്നെ നല്ലൊരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് വളരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. യൂണിറ്റ് 1 ആർ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഗോയിങ് ടു ദ മേള ആൻഡ് സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽ. ഇത് 3ഉം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ യൂണിറ്റ് 2 ലൈഫ് അറൗണ്ട് അസിലേക്ക് എൻ്റർ ചെയ്യാണ്. ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതില് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 4 ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ്, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. Getting to know plants. So many kinds of plants. Gobu, Simmi and Raj walk to school every day. On the way, they see beautiful flowers, mountains and streams. ഗോപുവും സിമ്മിയും രാജും അവര് എല്ലാ ദിവസവും സ്കൂളിലേക്ക് നടന്നിട്ടാണ് പോവുക. അവര് സ്കൂളിലേക്ക് പോകുന്ന വഴിയില് പലതരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും പിന്നെ മൗണ്ടെയിൻസ് മലകളും അതേപോലെ സ്ട്രീംസും ഒക്കെ ഉണ്ട്. സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ അരുവിയോ അല്ലെങ്കിൽ ചെറിയ റിവറോ ഒക്കെയാണ് സ്ട്രീംസ്. One day Gobu exclaimed, "Isn't nature just amazing? There are so many kinds of plants, birds and insects. I wonder if they all have stories to tell." ഒരു ദിവസം ഗോപു അത്ഭുതത്തോടെ പറഞ്ഞു, ശരിക്കും ഈ നേച്ചർ എന്തൊരു അൺബിലീവബിൾ ആണല്ലേ, ഭയങ്കര സർപ്രൈസസ് ഒക്കെ കൊടുക്കുന്നത്. ഇത്ര ടൈപ്സ് ഓഫ് പ്ലാന്റ്സും ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെയാണ് ഈ പ്രകൃതിയിലുള്ളത്. ഐ വണ്ടർ, അവർക്ക് എല്ലാവർക്കും ഓരോ സ്റ്റോറീസ് ഒക്കെ പറയാനുണ്ടാവില്ലേ? Simi agreed. Yes, the plants come in so many sizes and shapes. Very tiny, small, large, bushy, Raj added. Thin and curvy, straight and tall. ഗോപു പറഞ്ഞതിനോട് സിമി അഗ്രി ചെയ്തു. ശരിയാണ്, പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, അതും പല സൈസിലും ഷേപ്പിലും ഉള്ളത്. വെരി ടൈനി, ചെറുത്, പിന്നെ സ്മോൾ, അതിനേക്കാളും കുറച്ച് വലുത് എന്നാലും ചെറുത്, പിന്നെ ലാർജ്, വലുത്, ബുഷി, ഇടതൂർന്ന കുറ്റിച്ചെടികൾ പോലത്തെ ചെടികൾ. രാജ് ആഡഡ്. സിമി പറഞ്ഞു കഴിഞ്ഞപ്പോ രാജ് കുറച്ചും കൂടി ആഡ് ചെയ്തു. തിൻ ആൻഡ് കർവി, സ്ട്രേറ്റ് ആൻഡ് ടോൾ. മെലിഞ്ഞത്, പിന്നെ കർവി ആയിട്ടുള്ളത്, സ്ട്രേറ്റ് ആൻഡ് ടോൾ, അങ്ങനെയൊക്കെ പലതരം പ്ലാന്റ്സ് ഉണ്ട്. ഗോപു സെഡ്, "Some leaves are rough and some smooth. I love to touch and smell them." അപ്പൊ ഗോപു പറഞ്ഞു, ചില ഇലകൾ വളരെ റഫ് ആയിരിക്കും, പരുവരുത്തതായിരിക്കും. ആൻഡ് സം സ്മൂത്ത്, ചിലതാണെങ്കിലോ വളരെ സ്മൂത്തും. ഐ ലവ് ടു ടച്ച് ആൻഡ് സ്മെൽ ദം. എനിക്ക് അവ തൊട്ടു നോക്കാനും അതുപോലെ തന്നെ സ്മെൽ ചെയ്ത് നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സിമി സെഡ്, "Look at this jamun tree has nice thick and shiny leaves." ഈ ഒരു ജാമുൻ ട്രീ കണ്ടോ, ഇതിന്റെ ഇല നൈസ് thick and shiny leaves ആണ്. നല്ല കട്ടിയുള്ള ചെറിയ ഷൈനി ആയിട്ടുള്ള തിളക്കമുള്ള ഇലകളാണ് ഇതിന്. Isn't it your special tree, Raj? ഇത് നീ പറഞ്ഞ സ്പെഷ്യൽ ട്രീ ആണോ?
Raj agreed. Yes, it is. You remember its tiny white flowers? And remember the little green fruits, which in few days turned red and then purple? We enjoyed plucking the ripe purple fruits from the tree. അപ്പൊ സിമി പറഞ്ഞതിനോട് രാജ അഗ്രി ചെയ്തു. അത് മാത്രല്ല, അവര് എല്ലാ ദിവസവും ഇതേ വഴിയിൽ കൂടിയാണല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പോ അവര് ആ ഒരു ചെടിയെ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. രാജ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് കുറേ ദിവസം മുമ്പ് ഇതില് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ വൈറ്റ് ഫ്ലവേഴ്സ് ഗ്രീൻ ലിറ്റിൽ ഫ്രൂട്ട്സ് ആയിട്ട് കൺവേർട്ട് ആയി. അതിനുശേഷം കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ ഗ്രീൻ ഫ്രൂട്ട്സ് ഒക്കെ റെഡ് ഫ്രൂട്ട്സ് ആയി മാറി. അതിനുശേഷം അത് പേർപ്പിൾ ഫ്രൂട്ട്സും ആയിട്ട് മാറി. നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മള് എത്ര എൻജോയ് ചെയ്തിട്ടാണ് ആ റൈപ്പ് പേർപ്പിൾ ഫ്രൂട്ട്സ് അതിൽ നിന്ന് പറിച്ചിരുന്നത്. Simi smiled. It's such fun to walk under the cool shade of these trees. സിമി ചിരിച്ചു. എന്നിട്ട് പറയാ, എന്ത് രസല്ലേ ഈ വലിയ മരങ്ങളുടെ അടിയിലുള്ള ഷെയ്ഡ് കൂടി ഇങ്ങനെ നടന്നു പോവാൻ. Trees have a big trunk of wood and many branches that spread out with leaves on them. Trees have roots that go deep into the soil. കുറെ ചെടികൾ തന്നു കഴിഞ്ഞാൽ നമ്മള് ട്രീസിനെ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യാ? ട്രീസ് എന്ന് പറഞ്ഞാൽ അതിന് ബിഗ് ട്രങ്ക് ഉണ്ടാവും. കണ്ടോ, ഇതാണ് ട്രങ്ക്. വലിയ ട്രങ്ക് ഉണ്ടാവും. അതല്ലാതെ കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും. ഈ ബ്രാഞ്ചസിലൊക്കെ നിറയെ ഇലകളും ഉണ്ടാവും. ഇനി അത് കൂടാതെ നമ്മൾ കാണാത്തൊരു പാർട്ടും കൂടി ഉണ്ട് ട്രീസിന്. അതെന്താ? റൂട്ട്സ്, അതായത് വേരുകൾ. മണ്ണിന്റെ അടിയില് എല്ലാ മരങ്ങളും ഡീപ് ഡൗൺ കുറേ താഴേക്ക് സ്പ്രെഡ് ആയിരിക്കുന്ന റൂട്ട്സും ഉണ്ടാവും. ട്രീസ്, ഇവിടെ പലതരം ട്രീസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാംഗോ, കോക്കനട്ട്, കേജറി, ജാക്ക് ഫ്രൂട്ട്, ബാനിയൻ, അമാൽട്ടസ്, പീപ്പൽ, ചിനാർ. അപ്പൊ നമ്മൾ ഇതുവരെ വായിച്ച ഈ ഒരു പോർഷന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാലോ? റൈറ്റ് ദ നെയിംസ് ഓഫ് ട്രീസ് ദാറ്റ് യു കെൻ റെക്കഗ്നൈസ്. ഏതൊക്കെ മരങ്ങളാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക, നിങ്ങൾക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? ട്രൈ ടു റിമെമ്പർ വേർ യു ഹാവ് സീൻ ദീസ് ട്രീസ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന മരങ്ങൾ, അവ നിങ്ങൾ എവിടെയൊക്കെയാണ് കണ്ടതെന്ന് ഒന്ന് ഓർത്തു നോക്കാൻ പറ്റുമോ? Which of these trees have you seen near your home or on your way to school? ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന ട്രീസിൽ ഏതൊക്കെയാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിയിലും പിന്നെ വീടിന്റെ പരിസരത്തായിട്ടും കണ്ടിട്ടുള്ളത്? നമുക്ക് ആദ്യം നേരത്തെ കണ്ടിരിക്കുന്ന മരങ്ങളെയൊക്കെ ഒന്നുകൂടി കണ്ടു നോക്കിയാലോ? അതിന്റെ റിയൽ ഫോമില്. മാംഗോ ട്രീ, പിന്നെ കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ. ഈ 3 മരങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് ഏത് മരമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇനി ബാനിയൻ ട്രീ, പീപ്പൽ ട്രീ, അമാൽട്ടസ് ട്രീ. ബാനിയൻ ട്രീയും പീപ്പൽ ട്രീയും രണ്ടും നമ്മൾ മലയാളത്തില് ആൽമരം എന്നാണ് പറയുന്നത്. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ പേരാൽമരം, പീപ്പൽ ട്രീ എന്ന് പറഞ്ഞാൽ അരയാൽമരം. അത് രണ്ടിനും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് അതിന്റെ ഇലയുടെ ഷേപ്പ്, പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ. കണ്ടോ, ബാനിയൻ ട്രീക്ക് മരത്തിന്റെ മുകളിൽ നിന്ന് കുറേ വേരുകൾ താഴോട്ട് വന്നിട്ട് അത് മണ്ണില് അവിടെ എവിടെയായിട്ട് ഫിക്സ് ആയി നിൽക്കുന്നുണ്ട്. എന്നാൽ പീപ്പൽ ട്രീയിൽ അങ്ങനെയുള്ള വേരുകൾ ഉണ്ടാവില്ല. ഇനി അമാൽട്ടാസ് ട്രീ എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന മരം. എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വിഷുവിന് കണിക്കൊന്ന വെച്ചിട്ടാണ് കണിയൊരുക്കുന്നത്. അതിന്റെ മരത്തിനാണ് അമാൽട്ടാസ് എന്ന് പറയുന്നത്. ഇനി ഉണ്ടായിരുന്ന ഒരു മരം കേജറി ട്രീ. ഇത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഈ കേജറി ട്രീ അധികവും ഡെസേർട്ട് പോലെയുള്ള സ്ഥലത്ത്, ഇപ്പൊ രാജസ്ഥാനിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മൾ അന്നിരുന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇലയൊക്കെ നമ്മുടെ നാട്ടിലെ പുളിമരം പോലെ ഉള്ള ഇലകളായിരിക്കും. ഇനി
ചിനാർ ട്രീ. ചിനാർ ട്രീയുടെ ഒരു ഷേപ്പ് കണ്ടോ? ഇതിങ്ങനെ മേലോട്ട് വളർന്നു വരുമായിരിക്കും. ഇനി ഇതിന്റെ ഇല ഒരു മേപ്പിൾ ട്രീയുടെ ഒക്കെ ഇല പോലെ. ഇനി അത് ഗ്രീൻ കളറിൽ മാത്രമല്ല പല കളറുകളിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ? റൈറ്റ് ദ നെയിംസ് ഓഫ് ട്രീസ് ദാറ്റ് യു ക്യാൻ റെക്കഗ്നൈസ്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ ചെടികളുടെ പേര് എഴുതണം. ഓക്കെ, I can recognize coconut, mango and jackfruit trees. I see them near my home and I also see coconut trees on the way to school. Shrubs. അപ്പൊ നമ്മൾ ട്രീസ് എന്നൊരു പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനിലേക്കാണ് വരുന്നത്. Shrubs. All plants don't grow tall like trees. Look at this plant with pretty red flowers. It doesn't have big trunk like a tree, said Gobu. അപ്പൊ ഇതുവരെ അവര് ട്രീസിനെ പറ്റി ഡിസ്കസ് ചെയ്തില്ലേ? പെട്ടെന്ന് ഗോപു അടുത്തിരുന്ന ഒരു ചെടി കാണിച്ചു. ഈ ഒരു ചെടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ചെടികളും ബിഗ് ട്രങ്ക് ഒക്കെ ആയിട്ട് വലിയ ട്രീ ആയിട്ട് വളരണമെന്നില്ല. ചില ചെടികൾ ഉണ്ടാവും. ഇത് കണ്ടോ, ബുഷസ് പോലെ, കുറ്റിച്ചെടികൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെഡ് പൂക്കളൊക്കെ ആയിട്ടുള്ള ഈ ട്രീനെ നിങ്ങൾ കണ്ടോ? ഇത് ഒരു മരം പോലെ ഇല്ല അല്ലേ? Instead, it has many brown woody stems, added Raj. അപ്പൊ രാജ് പറഞ്ഞു, ശരിയാ, മരത്തിന്റെ മാതിരി വലിയ ട്രങ്ക് ഇല്ല. അതിനു പകരം ഇതിനുള്ളത് എന്താണ്? കുറേ വുഡി സ്റ്റെംസ്. അതിന്റെ സ്റ്റെംസ്, അതിന്റെ തണ്ട് വളരെ മെലിഞ്ഞതും, മരത്തിന്റെ മാതിരി അല്ലാതെ മെലിഞ്ഞതും ഭയങ്കര സ്ട്രോങ്ങും ആണ്. These bushy looking plants are called shrubs. ഈ ഒരു കുറ്റിച്ചെടികളെ പോലെയുള്ള ചെടികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് shrubs. Our തുളസി plant at home is a shrub, informed Simi. അവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിമി പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള തുളസി ചെടിയില്ലേ, ആ തുളസി ചെടിയും ഒരു shrub ആണ്. നിങ്ങൾ തുളസി ചെടി കണ്ടിട്ടുണ്ടോ? അതിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചും തണ്ടുകളും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, മെലിഞ്ഞ വുഡി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെംസ് ആയിരിക്കും അതിനുണ്ടാവുക. ഇനി ഷ്രബ്സിനെ പറ്റി പറയാം. നേരത്തെ നമ്മൾ ട്രീസിനെ പറ്റി ഇതുപോലെ ഒന്ന് വായിച്ചു. Shrubs are medium-sized plants with several woody stems and branches growing close to the ground. Shrubsന്റെ പ്രത്യേകത എന്താണ്? മീഡിയം-സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. ട്രീസിനെ പോലെ വലിയ പ്ലാന്റ് അല്ല. വിത്ത് സെവറൽ വുഡി സ്റ്റെംസ്, അതിന് വുഡി സ്റ്റെംസ് ഉണ്ടാകും. ആൻഡ് ബ്രാഞ്ചസ് ഗ്രോയിങ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്, അത് ഭൂമിയുടെ തൊട്ടടുത്ത് അധികം ഹൈറ്റ് വെക്കാതെ ഭൂമിയോട് ചേർന്നാണ് വളർന്നു വരുന്നത്. ഇവിടെ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ചെടികളായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് shrub ആണ് അല്ലെങ്കിൽ ട്രീ ആണ് എന്ന് ചിന്തിച്ചു കാണില്ല. നേരത്തെ കുറെ ട്രീസ് കണ്ടല്ലോ. അതുപോലെ ഹിബിസ്കസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ചെമ്പരത്തി ചെടി ഒരു shrub ആണ്. അതുകൂടാതെ റോസ്, ഹോളി ബേസിൽ, ഹോളി ബേസിൽ തന്നെയാണ് തുളസി എന്ന് പറയുന്നത്. കറി ലീഫ്, കറി ലീഫ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില. ഡു യു നോ ദ പൾസസ് ദാൽ വി ഈറ്റ്? അതായത് പരിപ്പുകൾ നമ്മൾ വീട്ടില് കുപ്പിയിലാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിയിലെടുത്തിട്ട് കഴിക്കുന്ന ദാലില്ലേ, ഈ ദാലൊക്കെ ഇതുപോലത്തെ പല ചെടികളിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ദാലാണുള്ളത്? തൂർ ദാൽ, പീജൻ പീസ്. തൂർ എന്ന് പറഞ്ഞാൽ സാമ്പാറൊക്കെ ഉണ്ടാവുന്ന യെല്ലോ കളറുള്ള തുവരപ്പരിപ്പ് എന്ന് പറയുന്ന ദാൽ. മസൂർ ദാൽ, റെഡ് ലെൻഡിൽസ്. മൂങ് ദാൽ, ഗ്രീൻ ഗ്രാം. ആൻഡ് ഉരദ് ദാൽ. ഉരദ് ദാൽ എന്ന് പറഞ്ഞാൽ ഉഴുന്ന്, ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്നില്ലേ, അതിന് ബ്ലാക്ക് ഗ്രാം എന്നും പറയും. ആർ ഓൾസോ സീഡ്സ് ഓഫ് shrubs. Write the names of some shrubs. Have you seen any of the shrubs shown in the picture above? Do you know what they are called in your mother tongue? നിങ്ങൾ മുകളിൽ കണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ shrub നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഒന്നുകൂടി ആ ചിത്രങ്ങളൊന്ന് കാണാം. ഹിബിസ്കസ്, റോസ്, തുളസി, കറി ലീഫ്. ഇതൊക്കെ കണ്ടു പരിചയം തോന്നുന്നുണ്ടോ? ഇനി
ദാൽസ്. കണ്ടോ, തൂർ ദാൽ. ഞാൻ പറഞ്ഞു യെല്ലോ കളറുള്ള ദാലാണ്. ഈ ദാല് ഈ ഒരു ചെടിയിൽ നിന്നാണ് എടുക്കുന്നത്. മസൂർ ദാൽ. മസൂർ ദാലും യെല്ലോ ദാല് പോലെയാണ്, പക്ഷെ അതിന്റെ കളർ മാത്രം സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഒരു റെഡിഷ് കളർ ആയിരിക്കും. മൂങ് ദാൽ. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയർ. ചെറുപയറിന്റെ ചെടി കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറദ് ദാൽ. ഉറദ് ദാലിനെ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് ബ്ലാക്ക് ദാൽ എന്നും വിളിക്കും. അതിന്റെ ചെടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. മൂങ് ദാലിന്റെയും ഉറദ് ദാലിന്റെയും ഏകദേശം ചെടി ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ കളർ മാത്രം ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് വീട്ടിലൊന്നും ഈ കളറിലായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. കാരണം ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിന്റെ തൊലി കളഞ്ഞിട്ട് വൈറ്റ് ഫോമിലാണ് കിട്ടുക. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റൈറ്റ് ദ നെയിംസ് ഓഫ് സം shrubs. ഹിബിസ്കസ്, ബൊഗൻവില്ല. ബൊഗൻവില്ല ഇവിടെ തന്നിട്ടില്ല, ഞാൻ പുതിയൊരു പേര് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പല നിറത്തിലുള്ള ബൊഗൻവില്ല ഫ്ലവേഴ്സ്. ചിലരൊക്കെ കടലാസ് പൂവ് എന്നൊക്കെ പറയും. ആൻഡ് റോസ്. Have you seen any of the shrubs shown in the picture above? I have seen hibiscus, rose, tulasi and curry leaves in my garden. ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ദാലിന്റെ ചെടി കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ അതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതണം കേട്ടോ. ഡു യു നോ വാട്ട് ദേ ആർ കോൾഡ് ഇൻ യുവർ മദർ ടങ്? ആ എല്ലാ ചെടികൾക്കും നിങ്ങളുടെ മദർ ടങ്ങിൽ, അതായത് മലയാളത്തിൽ എന്താ അതിനൊക്കെ പറയാന്ന് അറിയാമോ? ഹിബിസ്കസ്. ഹിബിസ്കസിന് ചെമ്പരത്തി. റോസിന് റോസ് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയാം. തുളസി. തുളസി അതിന് തുളസി എന്ന് തന്നെയാണ് പറയാ. കറി ലീഫിന് കറിവേപ്പില. തൂർദാൽ തുവരപ്പരിപ്പ്. മസൂർ ദാൽ മസൂർ പരിപ്പ്. മൂങ് ദാൽ ചെറുപയർ. ഉറദ് ദാൽ ഉഴുന്നുപരിപ്പ്. ഹെർബ്സ് ആൻഡ് ഗ്രാസസ്. ട്രീസ് കഴിഞ്ഞു, shrubs കഴിഞ്ഞു. അടുത്ത വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് ഹെർബ്സ് ആൻഡ് ഗ്രാസസ്. We have mint and tomato plants at home. Their stems are soft and green, said Raj. അപ്പൊ രാജ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടില് മിന്റും ടൊമാറ്റോ പ്ലാന്റ്സും ഉണ്ട്. അതിന്റെ സ്റ്റെംസ് ഒക്കെ സോഫ്റ്റും ഗ്രീനുമാണ്. ഇപ്പോ ഷ്രബ്സിന്റെ സ്റ്റെംസ് എങ്ങനെയായിരുന്നു? നല്ല കട്ടിയുള്ള വുഡി സ്റ്റെംസ് ആയിരുന്നു. പക്ഷെ വീട്ടിലുള്ള മിന്റിന്റെയും ടൊമാറ്റോന്റെയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, തീരെ കട്ടിയില്ലാത്ത ടെൻഡർ ആയിട്ടുള്ള സ്റ്റെംസ് ആണ്. My grandmother told me that plants with tender stems that do not become woody are called herbs, added Gobu. അപ്പൊ ഗോപു പറയാ, എന്റെ ഗ്രാൻഡ് മദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സിന്റെ സ്റ്റെംസ് വുഡി അല്ലാതെ സോഫ്റ്റ് ആയിരിക്കുന്ന പ്ലാന്റ്സ് ഇല്ലേ, അതിന് ഹെർബ്സ് എന്നാണ് വിളിക്കുന്നത്. Simmi pointed to the grass. Look at all these different grasses. They too have soft green stems. അപ്പൊ സിമ്മി പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ട കുറച്ച് ഗ്രാസ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഈ ഗ്രാസസ് അതിനും സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റെംസ് ആണല്ലോ. Their leaves are long, thin and flat. അതിന്റെ ഇലകള് long, thin and flat ആണ്. You are right, Simmi. Do you think grasses are types of herbs too? Enquired Gobu. അത് ശരിയാണല്ലോ. നിനക്ക് തോന്നുന്നുണ്ടോ ഗ്രാസസും ഹെർബ്സ് ആയിരിക്കുമെന്ന്? കാരണം ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട് പച്ച കളറില് അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെംസ് ഉള്ള പ്ലാന്റ്സ് ഹെർബ്സ് ആണെന്ന്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രാസിനും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെംസ് തന്നെയാണല്ലോ. അപ്പൊ ഇനി ഇതും ഹെർബ്സ് ആണോ? ഗ്രാസസും ഹെർബ്സ് ആണോ? അങ്ങനെയാണ് ഗോപു ചോദിച്ചത്. നമുക്ക് നോക്കിയാലോ. Herbs are smaller plants with soft stems that do not become woody. Herbs എന്ന് പറഞ്ഞാൽ സ്മോളർ പ്ലാന്റ്സ് തന്നെയാണ് shrubs പോലെ, പക്ഷെ അതിന്റെ സ്റ്റെംസ് സോഫ്റ്റ് ആയിരിക്കും, അത് വുഡി ആയി മാറില്ല. Grasses are types of herbs. കണ്ടോ, ഗ്രാസസും ഒരു ടൈപ്പ് ഓഫ് ഹെർബ് ആണ്. The leaves of grasses are thin, flat and their stems are hollow. അപ്പൊ രണ്ടിന്റെ സ്റ്റെംസ് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഗ്രാസിന്റെ ലീഫ്, ഹെർബ്സിന്റെ ലീഫ് ചെറിയ ചെറിയ ലീവ്സ് ആയിരിക്കും, എന്നാൽ ഗ്രാസിന്റെ ലീഫ്
തിൻ, ഫ്ലാറ്റ്, നല്ല നീളമുള്ള മെലിഞ്ഞ് പരന്നതായിരിക്കും. Their stems are hollow. ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നുമില്ലാതെ. ഒരു പൈപ്പ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അത് സർക്കുലർ ആണ്, എന്നാൽ ഉള്ളിലൊന്നുമില്ല അല്ലെ? അതേപോലെ ആയിരിക്കും ഗ്രാസസിന്റെ സ്റ്റെംസ്. Watch for different types of grasses around you. How many kinds do you notice? നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള ഗ്രാസസ് ഒക്കെ നോക്കുക. എന്നിട്ട് എത്ര ടൈപ്സ് ഓഫ് ഗ്രാസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹെർബ്സ്. ഇവിടെ ഹെർബ്സിന്റെയും ഗ്രാസസിന്റെയും കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഹെർബ്സ് അതിന്റെ എക്സാമ്പിൾസ് ആണ് മിന്റ്, ടൊമാറ്റോ, കൊറിയാണ്ടർ, മസ്റ്റാർഡ്. മിന്റ് എന്ന് പറഞ്ഞാൽ പുതിന ലീഫ്, ടൊമാറ്റോ എല്ലാവർക്കും അറിയാം തക്കാളി ചെടി, കൊറിയാണ്ടർ എന്ന് പറഞ്ഞാൽ മല്ലിച്ചെടി, പിന്നെ മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുകിന്റെ ചെടി. ഇനി ഗ്രാസസിന്റെ എക്സാമ്പിൾ ആണ് വൈൽഡ് ഗ്രാസസ്. 2-3 ഗ്രാസസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെയും കുറച്ച് ഫാക്ട്സ് ഉണ്ട്. എന്താണ്? ഡു യു നോ ദ ഗ്രെയിൻസ് യു ഈറ്റ്? നേരത്തെ നമ്മൾ കഴിക്കുന്ന പല ദാലും ഷ്രബ്സിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഇവിടെ ഗ്രെയിൻസ് യു ഈറ്റ്, നമ്മൾ കഴിക്കുന്ന പല ധാന്യങ്ങളും പാടി, റൈസ്, വീറ്റ്, ഗോതമ്പ്, ബാജ്ര, ജോവർ, റാഗി എക്സെട്ര ആർ സീഡ്സ് ഓഫ് ലാർജ് ഗ്രാസസ്. ഇതേപോലെ വലിയ ഗ്രാസിൽ നിന്നാണ് ഈ ധാന്യങ്ങളൊക്കെ കിട്ടുന്നത്. പാടി കണ്ടില്ലേ? ഇതാണ് നെല്ലിന്റെ ചെടി. വീറ്റ്, ബാജ്ര, റാഗി, ജോവർ എല്ലാ ചെടിയും ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധയോടെ നോക്കണം കേട്ടോ. ഷുഗർ കെയിൻ ആൻഡ് ബാംബു ആർ ടോൾ ഗ്രാസസ്. ഷുഗർ കെയിൻ, ഇതാണ് ഷുഗർ കെയിന്റെ ചെടി. നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് കാണുമ്പോൾ വളരെ വലുതാണ്. അതേപോലെ ബാംബുവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മരമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. പക്ഷേ ഷുഗർ കെയിനും ബാംബുവും വലിയ ഗ്രാസസ് ആണ്. ബാംബു ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗ്രാസ്. ബാംബു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ്. വിച്ച് സ്റ്റേസ് അലവ് ലോങ്ങർ ദാൻ ജസ്റ്റ് എ ഇയർ. അപ്പൊ ബാക്കിയുള്ള ഗ്രാസ് ഒക്കെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് നശിച്ചു പോകും. പക്ഷെ ബാംബു മാത്രം ലോങ്ങർ ദാൻ ജസ്റ്റ് എ ഇയർ, ഒരു വർഷത്തിലൊക്കെ കൂടുതൽ കാലം നശിച്ചു പോകാതെ അങ്ങനെ തന്നെ ഉണ്ടാവും. റൈറ്റ്. അതിനു മുമ്പ് നമ്മളിപ്പോ കണ്ട ഹെർബ്സിനെയൊക്കെ ഒന്നുകൂടി ഒന്ന് കാണാം. മിന്റ്, ഇതിന്റെ ലീഫ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടൊമാറ്റോ, കൊറിയാണ്ടർ, മസ്റ്റർഡ്. പാഡി, നെൽക്കതിരുകളാണ് ഈ കാണുന്നത്. വീറ്റ്, ഗോതമ്പ്, ബാജ്ര, റാഗി, ജോവർ. അപ്പൊ ഇതെല്ലാം ധാന്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഈ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എല്ലാത്തിനും എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളതെന്ന്. ഓരോന്നിനെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വേറെ വേറെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഷുഗർ കെയിനും ബാംബു ലോങ് ഗ്രാസസ് ആണല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. Write the names of some herbs that you have seen and where you have seen. ഇതേപോലത്തെ ഇത്ര നേരം ചോദിച്ച പോലെ തന്നെ ചോദ്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് ഹെർബ്സിനെയൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ പേരുകളൊക്കെ എഴുതാം. Some herbs I have seen are tulasi, mint and coriander. I have seen tulasi in my garden, mint growing in pots on our balcony and coriander in kitchen garden at my grandmother's house. നിങ്ങൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏതൊക്കെയാണ് കണ്ടിരിക്കുന്നത്? അത് മാത്രം എഴുതുക. ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. അപ്പൊ അടുത്ത ടൈപ്പ് ആണ് ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. Look, there is a vine winding up this tall tree, exclaimed രാജ്. രാജ് പെട്ടെന്ന് അത്ഭുതത്തോടെ ഒരു കാഴ്ച എല്ലാരെയും കാണിച്ചു. നോക്കൂ, ഒരു വൈൻ എന്ന് പറഞ്ഞ വള്ളി. ഈ വലിയ മരത്തിന്റെ മുകളിൽ ഒരു വള്ളി ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നത് കണ്ടോ? Gobo agreed. Wow, yes, my friend George has a money plant in his house. ഓ ശരിയാ, വാവ് സൂപ്പർ. എന്റെ ഫ്രണ്ട് ജോർജിന്റെ വീട്ടില് മണി പ്ലാന്റ് ഉണ്ട്. I was surprised to see how it spreads upward. It looks like it is slowly climbing the wall. എനിക്ക് ആകെ അത്ഭുതം തോന്നുന്നു. ഇതെങ്ങനെയായിരിക്കും മേലേക്ക് ഇങ്ങനെ വളരുന്നത്? കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മരത്തിന്റെ മുകളിൽ ക്ലൈംബ് ചെയ്ത് മരത്തിന്റെ മുകളിൽ കയറി പോകുന്നത് പോലെ തോന്നും.
നമുക്ക് ഓരോ മങ്കിയോ അല്ലെങ്കിൽ ജീവികളൊക്കെ മരത്തിന്റെ മുകളിലേക്ക് കയറി പോവല്ലേ, അതേപോലെ തന്നെ ഈ പ്ലാന്റുകള് മെല്ലെ മെല്ലെ വളർന്ന് മരത്തിന്റെ മേലെ വരെ സ്പ്രെഡ് ആയിട്ട് വളരും. Simmi explained that the money plant has a long and thin stem. മണി പ്ലാന്റിന് ലോങ് ബട്ട് തിൻ ആയിട്ടുള്ള സ്റ്റെം ഉണ്ടാവും. ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അപ്പ് ബൈ ഇറ്റ് സെൽഫ്. അത് തീരെ ശക്തിയില്ലാത്ത ഒരു വയറൊക്കെ പോലത്തെ സ്റ്റെം ആയിരിക്കും. അതിനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ പറ്റില്ല, അത് വളഞ്ഞിട്ട് വീണു പോവും. If it finds nothing to climb on, it just creeps and spread on the ground. അതിന് എന്തിന്റെങ്കിലും മേലേക്ക് ഒന്ന് കയറി വളരാൻ ഒരു സാധനവും കിട്ടിയിട്ടില്ലെങ്കിൽ അത് വേണമെങ്കിൽ ഗ്രൗണ്ടിലും സ്പ്രെഡ് ആയിട്ട് അങ്ങനെ വളരും. The pumpkin plant is also like a creeper too. Pumpkin plantum ഒരു creeper ആണ്. I saw it spreading its branches on the ground. അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ മണ്ണിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് രാജ് പറഞ്ഞു. Climbers and creepers have thin and flexible stem. ഇതിന്റെ രണ്ടിന്റെയും സ്റ്റെം തിൻ ആയിരിക്കും, മാത്രമല്ല ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും. സ്റ്റേൺ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെംസ് ആയിരിക്കും അതിനുണ്ടാവുക. The plants that grow by climbing on other plants for support are climbers. ഈ പ്ലാന്റ്സ് വേറെ എന്തെങ്കിലും ഒരു മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ വളർന്ന് ക്ലൈംബ് ചെയ്ത് മേലേക്ക് പോകുന്നത് പോലെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ ക്ലൈംബേഴ്സ് എന്ന് പറയും. And the plants that grow by creeping along the ground are creepers. എല്ലാ ചെടിയും ഇതുപോലെ മേലേക്ക് വളരണമെന്നില്ല, ചിലത് മണ്ണിൽ തന്നെ ക്രീപ്പ് ചെയ്തിട്ട് വളരും. അങ്ങനത്തെ ചെടികളെ നമ്മൾ ക്രീപ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. Some climbers even take their food from the plant on which they climb. ചില ക്ലൈംബേഴ്സ് എന്നിട്ട് അതിന്റെ വേരുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് ഫുഡ് എടുക്കുന്നതിന് പകരം ഈ ഒരു മരത്തിന്റെ മുകളിൽ, ഏത് മരത്തിലാണോ അത് കയറുന്നത് ആ മരത്തിനുള്ളിലുള്ള ഫുഡ് വലിച്ചെടുക്കാൻ അതിന് പറ്റും. ഇവിടെ ക്ലൈംബേഴ്സിന്റെയും ക്രീപ്പേഴ്സിന്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ക്ലൈംബേഴ്സ്, മണി പ്ലാന്റ്, ക്ലൈംബേഴ്സ്. മണി പ്ലാന്റിനെ ചില സമയത്ത് നമുക്ക് ക്രീപ്പർ എന്നും വിളിക്കാം, കാരണം അത് മണ്ണിൽ സ്പ്രെഡ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൽ വളരും. ജാസ്മിൻ, ഇപ്പൊ ചില ജാസ്മിൻ ഷ്രബ്സ് ആയിരിക്കും, എന്നാൽ ചില ജാസ്മിൻ പ്ലാന്റ്സ് ഇതുപോലെ വള്ളികളായിട്ട് വളരുന്ന ജാസ്മിൻസും ഉണ്ട്. ബോട്ടിൽ ഗാർഡ്, ബോട്ടിൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആണ് അല്ലേ, അപ്പൊ അതിന്റെ ചെടിയും ഇതേപോലെ സപ്പോർട്ട് കൊടുത്തിട്ട് മേലേക്ക് വളരുന്നതാണ്. ക്രീപ്പേഴ്സ്, മണ്ണിൽ ക്രീപ്പ് ചെയ്ത് വളരുന്ന ചെടികൾ ഏതൊക്കെയാ? വാട്ടർമെലൺ ആൻഡ് പംകിൻ. ഗസ്, ഈസ് ദിസ് എ ക്രീപ്പർ ഓർ എ ക്ലൈംബർ? ഇവിടെ ഒരു ചെടി തന്നിട്ടുണ്ട്, സ്നേക്ക് ഗാർഡ്. സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ പടവലങ്ങ, പടവലം. അപ്പൊ ഈ സ്നേക്ക് ഗാർഡിന് ഇതൊരു ക്രീപ്പർ ആണോ ക്ലൈംബർ ആണോ? ഇതൊരു ക്ലൈംബർ ആണല്ലേ, കാരണം ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിന് മേലേക്കാണ് അത് വളരുന്നത്. വാട്ട് ഡു യു കോൾ ഇറ്റ് ഇൻ യുവർ ലാംഗ്വേജ്? എന്താണ് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ ഇതിനെ വിളിക്കുക? നമുക്ക് പടവലം എന്ന് വിളിക്കാം. ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. അപ്പോ നേരത്തെ കാണിച്ചിരിക്കുന്ന ക്ലൈംബേഴ്സിനെയും ക്രീപ്പേഴ്സിനെയും നമുക്ക് ഒന്നുകൂടി കാണാം. മണി പ്ലാന്റ്, ജാസ്മിൻ പ്ലാന്റ്, ബോട്ടിൽ ഗാർഡ് പ്ലാന്റ്, watermelon, pumpkin. Write the names of some climbers or creepers that you have seen. Where you have seen. നിങ്ങൾ കണ്ടിരിക്കുന്ന ഏതെങ്കിലും ക്ലൈംബേഴ്സിനെയോ ക്രീപ്പേഴ്സിന്റെയോ പേരുകൾ ഇവിടെ എഴുതുക. നിങ്ങൾ അത് എവിടെയാ കണ്ടിരിക്കുന്നതെന്നും പറയാം. Are any of them in the picture given on page 53? What are they called in your language? വാട്ടർമെലൺ, പംകിൻ, ബിറ്റർ ഗാർഡ്. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ കൈപ്പക്ക, പാവക്ക എന്നും പറയും. ഗ്രേപ്പ്, ഗ്രേപ്പ് ഒരു ക്ലൈംബർ ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലൈംബേഴ്സിനെയും ക്രീപ്പേഴ്സിനെയും എഴുതുക, അതെവിടെയാ കണ്ടിട്ടുള്ളതെന്നും എഴുതാം. വാട്ട് ആർ ദേ കോൾഡ് ഇൻ യുവർ ലാംഗ്വേജ്? ഇതിന്റെ പേരുകള് വാട്ടർമെലൺ തണ്ണിമത്തൻ, പംകിൻ മത്തൻ, ഗ്രേപ്പ് മുന്തിരി, ബിറ്റർ ഗാർഡ് പടവലം. ഇങ്ങനെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഓരോ പ്ലാന്റിന്റെയും മലയാളത്തിൽ എന്താ പറയാന്ന് നിങ്ങൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലേ, അതൊക്കെ എഴുതി വെക്കുക.
Name these plants in your language. Say if they are a tree, shrub, climber or creeper. ഇവിടെ കുറച്ച് പ്ലാന്റിന്റെ നെയിംസ് തന്നിട്ടുണ്ട്. അതിന്റെ നമ്മുടെ ലാംഗ്വേജിൽ മലയാളത്തിൽ എങ്ങനെയാ പറയാന്ന് എഴുതണം. മാരിഗോൾഡ്, ബന്ദി ഇൻ തെലുഗു. തെലുഗുവില് മാരിഗോൾഡ് പ്ലാന്റ്, ഇതാണ് മാരിഗോൾഡ് പ്ലാന്റ്. ഇതിന് ബന്ദിപ്പൂ എന്നാണ് പറയുന്നത്. ഇതൊരു ട്രീ ആണോ, shrub ആണോ, ക്രീപ്പർ ആണോ? ഇത് ഒരു shrub ആണ്. ഇതിന് ചെണ്ടുമല്ലിപ്പൂ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അടുത്തത് നീം, ബെവുംഗിഡ ഇൻ കന്നഡ. കന്നഡയില് ബെവുംഗിഡ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ വേപ്പ്, ആര്യവേപ്പ് അല്ലെങ്കിൽ വേപ്പ് എന്നും പറയും. ഇതൊരു ട്രീ ആണ്. അടുത്തത് ജുജുബ് ഓർ ബേർ, ബേർ പഴങ്ങൾ. അതിന് ബൊറോയി ഇൻ മണിപ്പൂരി. മണിപ്പൂരി ലാംഗ്വേജിൽ തന്നെ ബൊറോയി എന്നാണ് പറയുന്നത്. ഇതാണ് ബേർ. ഇതിന് മലയാളത്തില് ബേർ അല്ലെങ്കിൽ ഇലന്ത പഴം എന്നും പറയും. അധികവും ബേർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു shrub ആണ്. പക്ഷെ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇതൊരു സ്മോൾ ട്രീ ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാലും ജനറലി ഇതൊരു shrub ആയിട്ടാണ് പറയുന്നത്. ഈ ചാപ്റ്റർ വളരെ ലോങ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നവരെ ബൈ.